അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് നബി തങ്ങളുടെ മുമ്പിലേക്ക് തന്റെ പൊന്നാര മകനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, നബിയേ, എന്റെ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യണം, എന്റെ പൊന്നുമകന് വേണ്ടി ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 കാര്യം ദുആ ചെയ്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ആഫിയത്തിനും ദീർഘായുസ്സിനും കണ്ണിന് കുളിർമയുള്ള നല്ല മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു. നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ 103 വയസ്സ് വരെ ജീവിച്ചു എന്ന് ചരിത്രം പറയുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രായം 103 വയസ്സാണ്. മഹാനവറുകൾക്ക് മക്കളും കൊച്ചുമക്കളുമായിട്ട് 106ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. നബിതങ്ങളുടെ ദുആയ ആ സഹാബിക്ക് മക്കളും കൊച്ചുമക്കളുമായിട്ട് 106ഓളം മക്കൾ ഉണ്ടായിരുന്നു, കൊച്ചുമക്കൾ ഉൾപ്പെടെ. അതുമാത്രമല്ല, അവിടുന്ന് ബർക്കത്തിന് വേണ്ടി നബിതങ്ങൾ ദുആ ചെയ്തു. മദീനത്തൊരു തോട്ടമുണ്ടായിരുന്നു അനസ് ബിൻ മാലിക് തങ്ങൾക്ക്. മദീനത്തൊരു തോട്ടമുണ്ട്. സാധാരണ എല്ലാവരുടെ തോട്ടത്തിൽ നിന്നും വർഷത്തിൽ ഒരിക്കലേ വിളവെടുക്കാറുള്ളൂ. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം വിളവെടുക്കും. എന്നാൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ തോട്ടത്തിൽ നിന്ന് വർഷത്തിൽ 2 പ്രാവശ്യം വിളവ് കിട്ടുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുകൊണ്ടാണ് തങ്ങന്മാരെയും ഉസ്താദന്മാരെയും കാണുമ്പോൾ പറയുന്നത്, മക്കളെ കൊണ്ടുപോയി ദുആ ചെയ്യാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിനോട് ആര് ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും. പക്ഷേ നമ്മൾ മടിയന്മാരാ, നമ്മൾ അലസത കാണിക്കുന്നവരാ, ആ ദുആയ്ക്ക് പോലും നമ്മൾ പിശക്ക് കാണിക്കുന്നവരാ. എന്റെ സഹോദര, അള്ളാഹുവിന്റെ മുമ്പിൽ ആര് ദുആ ചെയ്താലും 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം അള്ളാഹുവിന് കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അള്ളാഹു കൊടുക്കും. ഒന്ന്, നീ ചോദിച്ചത് തന്നെ അള്ളാഹു നിനക്ക് തരും. നീ എന്താണ് ചോദിച്ചത്, ആ ചോദിച്ചത് തന്നെ അള്ളാഹു നിനക്ക് തരും. അതല്ലെങ്കിൽ ചോദിച്ചത് അള്ളാഹു തരൂല, അത് പരലോകത്തേക്ക് അള്ളാഹു മാറ്റിവെക്കും. നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസിലേക്ക് നീ ചെയ്ത ദുആഇനെ അള്ളാഹു മാറ്റിവെക്കും. ഒന്നുകിൽ നീ ചോദിച്ചത് അള്ളാഹു തരും, അല്ലെങ്കിൽ പരലോകത്തേക്ക് മാറ്റിവെക്കും. ഇല്ലെങ്കിൽ 3, നിനക്ക് വരാനിരിക്കുന്ന ഒരു ഷർറെങ്കിലും അള്ളാഹു തട്ടിക്കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നിനക്ക് വരാനിരിക്കുന്ന ഒരു വിപത്തെങ്കിലും നീ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് കൈനീട്ടി ചോദിച്ചതിന് പകരമായിട്ട് അള്ളാഹു മാറ്റിത്തരും. അതാണ് ദുആ. നഷ്ടമില്ല ഒരിക്കലും. സഹോദര, എപ്പോഴും ദുആ ചെയ്യ്. എന്തിനാ ദുആ ചെയ്യുന്നേ? എവിടെ പോയാലും ദുആ, അല്ലേ? നമ്മളെ കളിയാക്കാറുണ്ട്. എവിടെ പോയാലും ദുആ, എപ്പോഴും ദുആ. എന്റെ പൊന്നാരി ചങ്ങാതി, പറയേണ്ടവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, നീ ദുആ ചെയ്യ്. നബിതങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾക്ക് നമ്മളുടെ ശബ്ദം പരിചയമുണ്ടാകും. നിത്യമായി ദുആ ചെയ്യുന്ന ആൾക്കാരുടെ ശബ്ദം പോലും മലക്കുകൾക്ക് പരിചയമുണ്ടാകും. ഈ താനൂരുകാരായ നിങ്ങൾ ആരെങ്കിലും ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹിനോട് പറയും, സിറാജ് ദുആ ചെയ്യുന്ന പടച്ചവനെ, അള്ളാഹുവെ ആയിഷ ദുആ ചെയ്യുന്ന പടച്ചവനെ. മലക്കുകൾക്ക് നമ്മളുടെ ശബ്ദം പോലും പരിചയമുണ്ടാകും. അങ്ങനെ പരിചയമുണ്ടാകുന്ന രീതിയിൽ നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു നമുക്ക് അങ്ങനെ ദുആ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഇന്നത്തെ ഈ മജ്ലിസിലെ ദുആയ്ക്ക് അള്ളാഹു ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അള്ളാഹു നമ്മളോട് ചെയ്യുന്ന 2ാമത്തെ വാഗ്ദാനം, നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അള്ളാഹു നമുക്ക് ഉത്തരം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഉത്തരം നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു നമുക്ക് ഉത്തരം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹു നമ്മളോട് ചെയ്യുന്ന 3ാമത്തെ വാഗ്ദാനം എന്താ? അള്ളാഹു നമ്മളോട് ചെയ്യുന്ന 3ാമത്തെ വാഗ്ദാനം, 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളോട് ചെയ്യുന്ന 3ാമത്തെ വാഗ്ദാനം എന്താ? അപ്പൊ അല്ലാഹു ഒന്നാമതായി പറയുകയാ, നിങ്ങൾ എനിക്ക് നന്ദി രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഞാൻ എല്ലാം തരും, നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ തരും. അല്ലാഹു പറയാ. 2ാമതായിട്ട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അല്ലാഹു നമുക്ക് ഉത്തരം നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു ഉത്തരം നൽകുമാറാകട്ടെ. 3, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്യുന്ന വാഗ്ദാനം, നിങ്ങൾ എന്നെ ഓർക്കുകയാണെങ്കിൽ, ഫഅലം അന്നഹു നമ്മൾ പറയാറുണ്ടല്ലോ, അല്ലാഹു പറയുന്നു, ഉഖ്റുനി അദ്ഖുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താ ഞാൻ നിങ്ങളെ ഓർക്കും. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ എന്നെ ഓർക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെയും ഓർക്കും. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ എന്നെ ഓർക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആരാ അള്ളാനെ ഓർക്കുന്നവര്?
നമ്മൾ അള്ളാനെ ഓർക്കണ ആരുണ്ട്? എടോ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്കിക്കേ. നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി ഭയാനകമായ തീക്കൊണ്ടാരമുണ്ടാക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അടുത്തു കൊണ്ടുപോയി തെള്ളിയിടാൻ കഴിയാത്തത് കാരണം ഉയരമുള്ള സ്ഥലത്ത് അമ്പും വില്ലും തയ്യാറാക്കിയിട്ട് ഇബ്രാഹിം നബിയെ കൈകാല് കെട്ടിയിട്ട് അതിന്റെ മുകളിൽ കയറ്റി നിർത്തിയിരിക്കുകയാ, ഇങ്ങനെ എയ്തു വിടുന്നതിന് വേണ്ടി. അത്രയും വലിയ ഒരു പ്രയാസകരമായ സാഹചര്യത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിൽക്കുമ്പോ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ആ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, ഒന്ന് അനുവാദം എന്താ, ഞാൻ നിങ്ങളെ സഹായിക്കാം, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം, ഈ തീ ഞാൻ അണച്ചു കളയാം. അപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മറുപടി, ജിബ്രീലേ, എനിക്ക് നിന്റെ സഹായം വേണ്ട, എന്നെ പടച്ച റബ്ബുണ്ടല്ലോ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ആ ഒരു സാഹചര്യത്തിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നത്, എന്റെ റബ്ബുണ്ടല്ലോ, എന്നെ പടച്ച അല്ലാഹു നോക്കിക്കൊള്ളും എന്നെ. അതാ ഖുർആൻ പറഞ്ഞത്, ഇബ്രാഹിം 40 ദിവസം കഴിഞ്ഞ് വരുമ്പോ ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ എഴുന്നേറ്റ് വന്നിടോ. നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ നബിതങ്ങൾ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുക. അപ്പോഴാണ് അബൂബക്കർ തങ്ങളുടെ കൈകാല് വിറയ്ക്കുന്നുണ്ട്. നബിതങ്ങൾ ഞെട്ടി ഉണർന്നു. പേടിച്ചു വിറച്ചിരിക്കൊണ്ടിരിക്കുന്ന അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, എന്തേ അബൂബക്കറെ? നബിയേ, ശത്രുക്കൾ മുകളിലെത്തി നബിയേ. അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്ത് അടിക്കുന്നുണ്ട്. ഒന്ന് താഴേക്ക് നോക്കിയാൽ നമ്മളെ കാണും, നമ്മളെ പിടിക്കും, നമ്മളവര് കൊന്നുകളയും. അപ്പോഴും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുകയാ ചെയ്തേ. എന്തേ നബിയെ ചിരിക്കുന്നത്? അപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞു കൊടുത്തത്, അബൂബക്കറെ, നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാള് കൂടെ ഇതിനകത്തുണ്ട്. അല്ലാ, എന്നെയും നിന്നെയും പടച്ച അല്ല ഉണ്ട് അബൂബക്കറെ. ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. ഇതിനാ നീ പേടിക്കണേ, അല്ല നമ്മുടെ കൂടെ ഇല്ലേ. പിന്നെയാണ് ചെലന്തി വലയും പല്ലിയൊക്കെ വന്നത്, പിന്നെയാണ് ചെലന്തി വലയൊക്കെ വന്ന് കൂടുകെട്ടാൻ തുടങ്ങിയത്. ഇവിടെ അള്ളാഹു നിബിധങ്ങൾ പറയാ, അല്ല ഉണ്ടല്ലോ നമ്മുടെ കൂടെ, എന്തിനാ പേടിക്കണേ? നമ്മളെപ്പം അള്ളാഹുവിനെ എത്ര കാലം ഞാനും നിങ്ങളും ഓർക്കുന്നുണ്ടോ, ആ ഓർക്കുന്ന കാലത്തോളം അള്ളാഹു നമ്മളെ ഓർക്കൂടോ. അള്ളാഹു നമ്മളെ കൈവിടൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹനെ ഓർക്കാതെ വരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാതെ വരുമ്പോ നമ്മളെ ഏതു പ്രയാസത്തിന്റെ സമയത്തും നമ്മളെ സഹായിക്കേണ്ടവൻ അല്ലയാ. ഈ ഉമ്മത്തിന് അല്ലാതെ ഇനി ലോകത്ത് ഒരാളും നമ്മളെ സഹായിക്കാനില്ല. എല്ലാവരും മുസ്ലിമിന്റെ വിഷയത്തിൽ ശത്രുക്കൾ മുഴുവനും എല്ലാവരും ഒറ്റക്കെട്ട. എന്റെ പ്രിയപ്പെട്ടവരെ, ചോദിക്കാനും പറയാനും ആരുമില്ല നമ്മുടെ കാര്യത്തിൽ. അതിന്റെ പുറകെ നമ്മൾ നോക്കിക്കേ, തലാഖിന്റെ വിഷയം വന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ വിഷയങ്ങളും ശരീഅത്തിന്റെ നിയമങ്ങളിലൂടെ കടന്ന് ഇപ്പൊ അവസാനം മദ്രസയിൽ വന്ന് നിൽക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ട. നമ്മളെ സഹായിക്കാൻ ഈ ലോകത്ത് ഒരാൾക്കേ കഴിയൂ, പടച്ച റബ്ബിന്. ആ അള്ളാഹുവിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയൂ. പക്ഷേ നമ്മൾ ആ അള്ളാഹുവിനെ വെറുപ്പിച്ചു കൊണ്ടിരിക്കുന്നവരാ ഇപ്പോഴത്തെ അവസ്ഥ.